ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ധാരാളം പേർ എനിക്കയച്ച ഒരു മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എപ്പിസോഡ്. മെസ്സേജ് ഞാൻ വായിക്കാം. മാഡം, എന്താണ് ബാങ്ക് അക്കൗണ്ട് ഫ്രീസിംഗ്? ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഇതിനുള്ള പരിഹാരം കൂടി പറയാമോ? എന്താണ് ബാങ്ക് ഫ്രീസ്? എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ബാങ്ക് ഫ്രീസ് എന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാനോ ട്രാൻസ്ഫർ ചെയ്യാനോ അനുവദിക്കാതെ തടയുന്ന നടപടിയാണ്. ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമെന്ന് ആദ്യം പറയാം. ഒന്ന്, KYC അപൂർണമാണെങ്കിൽ. 2, കോടതി ഉത്തരവുണ്ടെങ്കിൽ, അതായത് 138 കേസ്, സിവിൽ കേസ്, അറ്റാച്ച്മെന്റ് ഓർഡർ മുതലായവ ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം. പോലീസ് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി നിർദ്ദേശം, ക്രൈം നമ്പർ, സാമ്പത്തിക തട്ടിപ്പ് ഇവ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇനി IT, GST വകുപ്പ് നിർദ്ദേശം, ടാക്സ് കുടിശ്ശിക, പരിശോധന, ഈ സന്ദർഭങ്ങളിൽ സംശയാസ്പദമായ ഇടപാടുകൾ, അതായത് വലിയ തുക പെട്ടെന്ന് വരികയും പോവുകയും തുടങ്ങിയ സന്ദർഭങ്ങളിൽ ഇത് സൈബർ ക്രൈമായി പരിഗണിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഇനി ലോൺ ഡിഫാൾട്ട് ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലും അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടാറുണ്ട്. സൈബർ ക്രൈം കാരണം ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആകുന്നത് എങ്ങനെയെന്ന് നോക്കാം. സൈബർ തട്ടിപ്പിൽ പോയ പണം ഏത് അക്കൗണ്ടിലൂടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് സസ്പെക്റ്റഡ് അല്ലെങ്കിൽ ബെനിഫിഷ്യറി അക്കൗണ്ടായി കാണുകയും പോലീസ് നിർദ്ദേശപ്രകാരം ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്യും. ചില സന്ദർഭങ്ങളിൽ അറിയാതെ വന്ന പണം കൊണ്ടും ഫ്രീസ് ആകും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അൺനോൺ പേഴ്സൺ പണം അയച്ചു കൊടുത്തു എന്ന പരാതി, ഫ്രണ്ട്, റിലേറ്റീവ് വഴി വന്ന ഫ്രോഡ് മണി വന്നാൽ ഇവയൊക്കെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ കാരണമാകും. നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ഫ്രീസിൻ്റെ കാരണം ചോദിക്കുക. പോലീസിൻ്റെയോ കോർട്ടിൻ്റെയോ ഓർഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി ആവശ്യപ്പെടുക. ക്രൈം നമ്പർ, പോലീസ് സ്റ്റേഷൻ എന്നിവ അറിയുക. ഫ്രീസ് ചെയ്താൽ ഉടനെ അക്കൗണ്ട് ഹോൾഡറിനെ അറിയിക്കാനുള്ള ബാധ്യത ബാങ്കിനുണ്ട്. അതേപോലെ തന്നെ അറിയാനുള്ള ബാധ്യത അക്കൗണ്ട് ഹോൾഡർക്കും ഉണ്ട്. ഫ്രീസ് ഒഴിവാക്കാനുള്ള നിയമപരമായ മാർഗങ്ങൾ കൂടി പറയാം. നിങ്ങൾ വിക്ടിമാണെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് അൺഫ്രീസ് റെക്കമെൻഡേഷൻ നൽകാം. നിങ്ങൾ ഇന്നസെൻ്റ് ആണ് എങ്കിൽ റിട്ടൺ എക്സ്പ്ലനേഷൻ, അക്കൗണ്ട് മിസ്യൂസ് ആയിട്ടില്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ പോലീസ് എൻക്വയറിയോട് കോപ്പറേറ്റ് ചെയ്താൽ അതിനുശേഷം അൺഫ്രീസ് റെക്കമെൻഡേഷൻ നൽകാം. ഇനി പോലീസ് അൺറീസണബിളി ഡിലേ ചെയ്യുകയാണെങ്കിൽ ഹൈക്കോർട്ടിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാം. ഇതിന് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് വിധികൾ സപ്പോർട്ട് ചെയ്യുന്നു. പോലീസിന് ഇൻഡെഫിനിറ്റ് ഫ്രീസ് ചെയ്യാൻ പറ്റുകയില്ല. അക്കൗണ്ട് ഹോൾഡറിനെ അറിയിക്കണം. റീസണും ഓർഡർ കോപ്പിയും നൽകണം. ഇതൊക്കെ അൺഫ്രീസ് ചെയ്യാനുള്ള പോയിന്റുകളായി ഉപയോഗിക്കാവുന്നതാണ്. ഈ വിഷയത്തെ പറ്റിയുള്ള സംശയങ്ങളും വിശദീകരണങ്ങളും അറിയിക്കുക. ആമീസ് വേൾഡ് 2025 തുടർന്നും കാണുക. നന്ദി, നമസ്കാരം.